തേർഡ് സ്റ്റാൻഡേർഡിലെ മാത്സ് ആനുവൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇന്ന് ആൻസർ ചെയ്യുന്നത്. അതിലെ ആക്ടിവിറ്റി ഫസ്റ്റ് യൂണിറ്റ്സ് ആണ്. എ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ആഡിങ് അപ്രോപ്രിയേറ്റ് യൂണിറ്റ്സ്. ഉചിതമായ യൂണിറ്റുകൾ ചേർത്തിട്ട് ചുവടെ തന്നിരിക്കുന്ന ടേബിള് പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അവർ തന്നിരിക്കുന്ന യൂണിറ്റ് ഓഫ് മെഷർമെന്റ് നമുക്ക് നോക്കാം. ഗ്രാം, കിലോഗ്രാം, സെന്റിമീറ്റർ, മീറ്റർ, മില്ലി ലിറ്റർ, ലിറ്റർ, ഇത്രയാണ് കേട്ടോ. ടേബിളിൽ നമുക്ക് ഒബ്ജക്റ്റും മെഷർമെന്റും ആണ് തന്നിരിക്കുന്നത്. ഓരോ ഒബ്ജക്റ്റിന്റെയും യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഏതാന്ന് കണ്ടെത്തിയിട്ട് എഴുതുകയാണ് വേണ്ടത് കേട്ടോ. ഫസ്റ്റ് വണ് ലെങ്ത് ഓഫ് പെൻസിൽ. ഒരു പെൻസിലിന്റെ നീളം എന്ന് പറയുന്നത് നമുക്കറിയാം സെന്റിമീറ്ററിലാണ് അല്ലേ പറയാ. അപ്പൊ 18 സെന്റിമീറ്റർ ആണ് മെഷർമെന്റിൽ എഴുതുക കേട്ടോ. അടുത്തത് വെയിറ്റ് ഓഫ് എ കേക്ക്. ഒരു കേക്കിന്റെ ഭാരം എന്ന് പറയുന്നത് നമുക്കറിയാം 800 ഗ്രാം ആണ് വരിക അല്ലെ. ദെൻ അടുത്തത് വാട്ടർ ഇൻ എ ബോട്ടിൽ. ഒരു ബോട്ടിലെ വെള്ളം എന്ന് പറയുന്നത് 500 മില്ലി ലിറ്റർ ആണ് അല്ലെ. ബി ക്വസ്റ്റ്യൻ നോക്കാം. While measuring the length, the meter scale broke into 2 pieces. From the below given measurement of the broken pieces, pick out the correct one. Put a tick mark on the correct one. അതായത് നീളം അളക്കുന്ന സമയത്ത് മീറ്റർ സ്കെയില് 2 കഷ്ണമായിട്ട് പൊട്ടിപ്പോയി. ചുവടെ തന്നിരിക്കുന്ന പൊട്ടിയ കഷ്ണങ്ങളുടെ അളവുകൾ നോക്കിയിട്ട് ശരിയായതിനെ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായതിന് ടിക്ക് മാർക്ക് ഇടാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കറിയാം ഒരു മീറ്റർ സ്കെയിൽ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ് അല്ലെ. അപ്പൊ 100 സെന്റിമീറ്റർ എന്ന് വരുന്നത് ചുവടെ തന്നിരിക്കുന്ന മെഷർമെന്റിൽ ഏതാണെന്ന് നോക്കിയാൽ മതി. അത് ഡി ഓപ്ഷൻ അല്ലേ വരിക. പീസ് 140 സെന്റിമീറ്ററും പീസ് 2 60 സെന്റിമീറ്ററും 40യും 60യും ആഡ് ചെയ്യുമ്പോഴല്ലേ 100 വരിക. അപ്പൊ ഡി ആണ് ആൻസർ കേട്ടോ. Activity 2 School Anniversary. In the given table, the amount collected from parents of each standard for the school anniversary is listed. ചുവടെ തന്നിരിക്കുന്ന ടേബിളില് സ്കൂൾ അനിവേഴ്സറിക്ക് വേണ്ടിയിട്ട്, സ്കൂളിന്റെ വാർഷികോത്സവത്തിന് വേണ്ടിയിട്ട് ഓരോ സ്റ്റാൻഡേർഡിൽ നിന്നും കളക്ട് ചെയ്ത എമൗണ്ട് ആണ് പട്ടികപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അവിടെ നോക്കുക. നമുക്കിവിടെ ഫസ്റ്റ് എ എന്ന് കിട്ടിയ എമൗണ്ട് തന്നിട്ടുണ്ട്, ഫസ്റ്റ് ബി എന്ന് കിട്ടിയത്, ദെൻ സെക്കൻഡ് എ, സെക്കൻഡ് ബി, ദെൻ തേർഡ് എ, തേർഡ് ബി, ഫോർത്ത് എ, ഫോർത്ത് ബി, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ടേബിളില്. നമുക്ക് ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം. എ ക്വസ്റ്റ്യൻ, റൈറ്റ് the class and the amount which got the highest collection. ഏറ്റവും കൂടുതൽ എമൗണ്ട് കളക്ട് ചെയ്ത ക്ലാസിന്റെ പേരും അതുപോലെ തന്നെ എത്ര രൂപയാണ് കളക്ട് ചെയ്തത് എന്നുള്ളതും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ടേബിൾ നോക്കുക. ടേബിളില് ഏറ്റവും ഹയസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് ഏതാണ്? 800 റുപ്പീസ് ആണ് അല്ലെ. അത് ഏത് ക്ലാസ്സിലാണ് കളക്ട് ചെയ്തിരിക്കുന്നത്? തേർഡ് എ അല്ലേ. തേർഡ് എ 800 റുപ്പീസ് എന്ന് എഴുതാം. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ ക്ലാസ് ആൻഡ് ദ എമൗണ്ട് വിച്ച് ഗോട്ട് ദ ലീസ്റ്റ് കളക്ഷൻ. ഏറ്റവും കുറവ് എമൗണ്ട് കളക്ട് ചെയ്ത ക്ലാസ്സും അതുപോലെ തന്നെ എത്രയാണ് എമൗണ്ട് എന്നുള്ളതും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ടേബിളിൽ നോക്കുക. ഏറ്റവും കുറവ് എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 298 റുപ്പീസ് അല്ലേ. 298 റുപ്പീസ് ഏത് ക്ലാസ്സിലാണ് കളക്ട് ചെയ്തിരിക്കുന്നത്? ഫോർത്ത് എയിലാണ് അല്ലെ. അപ്പൊ ഫോർത്ത് എ 298 റുപ്പീസ് എന്ന് എഴുതാം കേട്ടോ. ഇനി സി ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ കളക്ടഡ് എമൗണ്ട് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഹയസ്റ്റ് ടു ദ ലോവസ്റ്റ്. മൊത്തം സ്വരൂപിച്ച കാശുകള് വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാ വരിക? ഫസ്റ്റ് 800 റുപ്പീസ്, then 718 rupees, 631 rupees, 578 rupees, 572 rupees, 539 rupees, 431 rupees, 298 rupees. ഇങ്ങനെ എഴുതുക അല്ലെ. ഇനി ഡി ക്വസ്റ്റ്യൻ നോക്കാം. The picture shows the notes and coins collected from a class. Write the name of the class എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ ചുവടെ തന്നിരിക്കുന്ന ചിത്രത്തില് ഒരു ക്ലാസ്സിൽ നിന്നും സ്വരൂപിച്ച നോട്ട്സും കോയിൻസും ആണ് കേട്ടോ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അത് ഏത് ക്ലാസ് ആണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്ന നോട്ട്സ് ഏതൊക്കെയാന്ന് നോക്കാം. 300 റുപ്പി നോട്ട്സ് ഉണ്ട്, ദെൻ 50 റുപ്പി നോട്ട്സ് 2 ഉണ്ട്, ദെൻ 20 റുപ്പി നോട്ട്സ് 1 ഉണ്ട് അല്ലെ. അപ്പൊ ടോട്ടൽ എത്രയായി? 100 റുപ്പിയുടെ 3 നോട്ട്സ് എന്ന് പറഞ്ഞാൽ 300 റുപ്പീസ് ആയി, 50യുടെ 2 നോട്ട്സ് എന്ന് പറഞ്ഞാൽ 100 ആയി, 20യുടെ 1 നോട്ടും. അപ്പൊ ടോട്ടൽ എത്രയാ വരിക? 420 റുപ്പീസ് ആയി അല്ലെ. ദെൻ കോയിൻസ് ഏതൊക്കെയാണ്? 5 റുപ്പി കോയിൻസ് 2 എണ്ണവും പിന്നെ 1 റുപ്പി കോയിനും ആണ്. അപ്പൊ എത്രയാ? 11 റുപ്പീസ് ആണ് അല്ലെ. 420 പ്ലസ് 11 എത്രയാ? 431 ആണ്. 431 റുപ്പീസ് കളക്ട് ചെയ്ത ക്ലാസ് ഏതാണ്? ടേബിളിൽ നോക്കിയാൽ മതി അല്ലെ. 4B ആണ് അല്ലെ. 4B എന്ന് എഴുതാം കേട്ടോ. Activity 3 Chickens. When the chickens started to cry in anger, the mother hen went to the south side of the yard and the rooster went to the north side of the yard. The mother hen came with 24 peas and the 4 chickens divided them equally. How many peas will each chicken get? കോഴിക്കുഞ്ഞുങ്ങള് വിശന്ന് കരയാൻ തുടങ്ങിയപ്പോൾ അമ്മക്കോഴി മുറ്റത്തിന്റെ തെക്ക് ഭാഗത്തേക്കും പൂവൻകോഴി വടക്ക് ഭാഗത്തേക്കും പോയി. അമ്മക്കോഴി 24 പയറുമണികളുമായിട്ട് വന്നു. 4 കോഴിക്കുഞ്ഞുങ്ങളും കൂടി അത് തുല്യമായി വീതിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഓരോ കോഴിക്കുഞ്ഞുങ്ങൾക്കും എത്ര പയറുമണികൾ കിട്ടിയിരിക്കും എന്നുള്ളതാണ് കേട്ടോ ചോദ്യം.
അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് പീസ് മദർ ഹെൻ ബോട്ട് എത്രയാണ്? 24 ആണ് അല്ലെ. നമ്പർ ഓഫ് ചിക്കൻസ് എത്രയാണ്? 4 അല്ലേ. 4ന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 24 കിട്ടുക എന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒന്ന് ചൊല്ലി നോക്കിയാൽ മതി. 1 4s are 4, 2 4s are 8, 3 4s are 12, 4 4s are 16, 5 4s are 20, 6 4s are 24. 4 6 6 ആണല്ലോ 24. അപ്പൊ ഓരോ കോഴിക്കുഞ്ഞുങ്ങൾക്കും കിട്ടുന്നത് എത്ര പയറുമണികളാണ്? 6 പയറുമണികളാണ് അല്ലെ. 4 6കൾ ചേരുമ്പോഴല്ലേ 24 കിട്ടുക. നമ്പർ ഓഫ് പീസ് ഈച്ച് ചിക്കൻ ഗോട്ട് ഈസ് ഈക്വൽ ടു എത്രയാണ്? 6 പീസ് ആണ് അല്ലെ. അതിലെ ബി ക്വസ്റ്റ്യൻ നോക്കാം. ആഫ്റ്റർ സം ടൈം ദ റൂസ്റ്റർ കെയിം വിത്ത് 12 പീസ്. ദ ചിക്കൻസ് ഡിവൈഡഡ് ദം ഈക്വലി. ഹൗ മെനി പീസ് വിൽ ഈച്ച് ചിക്കൻ ഗെറ്റ്? കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പൂവൻകോഴി 12 പയറുമണികളുമായിട്ട് വന്നു. കോഴിക്കുഞ്ഞുങ്ങൾ അത് തുല്യമായി വീതിച്ചു. അപ്പൊ ഓരോ കോഴിക്കുഞ്ഞുങ്ങൾക്കും എത്ര പയറുമണികൾ കിട്ടിയിരിക്കും എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. ടോട്ടൽ നമ്പർ ഓഫ് പീസ് റൂസ്റ്റർ ബോട്ട് എത്രയാണ്? 12 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ചിക്കൻസ് എത്രയാ? 4 ആണ്. 4ന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 12 കിട്ടുക നോക്കിയാൽ മതി അല്ലേ. 1 4s are 4, 2 4s are 8, 3 4s are 12. അപ്പൊ 4 into 3 ചെയ്യുമ്പോഴാണല്ലേ 12 കിട്ടുന്നത്. അപ്പൊ നമ്പർ ഓഫ് പീസ് ഈ ചിക്കൻ ഗോട്ട് എത്രയാണ്? 3 ആണ് അല്ലേ. See question. While starting to eat, the chickens noticed that their parents haven't got anything to eat. So they collected all the peas together and divided equally for all of them. How many peas will each one get now? കോഴിക്കുഞ്ഞുങ്ങളെ പയറുമണി തിന്നാൻ തുടങ്ങിയപ്പോൾ അവരുടെ പാരന്റ്സിന് ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത് അവരെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ അവർ ഈ കളക്ട് ചെയ്ത പയറുമണികളെല്ലാം സ്വരൂപിച്ചിട്ട് അവരെ ഈക്വൽ ആയിട്ട് എല്ലാവർക്കും കൂടി ഡിവൈഡ് ചെയ്തു എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഓരോരുത്തർക്കും എത്ര പയറുമണികളായിരിക്കും കിട്ടിയിരിക്കുക എന്നുള്ളതാണ്. ടോട്ടൽ നമ്പർ ഓഫ് പീസ് കാണണമെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് പീസ് മദർ ഹെൻ ബോട്ടും ടോട്ടൽ നമ്പർ ഓഫ് പീസ് റൂസ്റ്റർ ബോട്ടും കൂടി നമ്മൾ ആഡ് ചെയ്യണം അല്ലെ. കോഴി കൊണ്ടുവന്ന പീസിന്റെ എണ്ണം എത്രയാ? 24 ആണ്. റൂസ്റ്റർ കൊണ്ടുവന്ന പയറുമണിന്റെ എണ്ണം എത്രയാ? 12 ആണ്. അപ്പൊ 24ഉം 12ഉം കൂടി ആഡ് ചെയ്താൽ എത്ര കിട്ടുക? 36 കിട്ടും അല്ലെ. ഈ 36 എത്ര പേരാ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? 4 ചിക്കൻസും ഉണ്ട്, പിന്നെ റൂസ്റ്ററും ഉണ്ട്, മദർ ഹെന്നും ഉണ്ട്. അപ്പൊ എത്ര പേർക്കാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? 6 പേർക്കാണ് ഡിവൈഡ് ചെയ്യുന്നത് അല്ലെ. 36 പീസ്. അപ്പൊ 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ചെല്ലുക. 6 into എന്ത് ചെയ്യുമ്പോഴാണ് 36 കിട്ടുക നോക്കുക കേട്ടോ. 1 6 are 6, 2 6 are 12, 3 6 are 18, 4 6 are 24, 5 6 are 30, 6 6 are 36. അപ്പൊ നമ്പർ ഓഫ് പീസ് ഈച്ച് വൺ ഗോട്ട് ഈസ് ഈക്വൽ ടു എത്രയാണ്? 6 ആണ് അല്ലെ. ആക്ടിവിറ്റി 4 വാട്ട്സ് ദ ടൈം. വേരിയസ് ആക്ടിവിറ്റീസ് ഓഫ് തൻവി ഇൻ എ ഡേ ആർ ഗിവൺ അലോങ് വിത്ത് ടൈം. ഡ്രോ ദ ടൈം ഇൻ ദ ക്ലോക്ക്. തൻവിയുടെ ഒരു ദിവസത്തെ ആക്ടിവിറ്റീസും അതോടൊപ്പം തന്നെ അതിന്റെ സമയവുമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ക്ലോക്കില് സമയം വരച്ചു ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതിലെ ഫസ്റ്റ് 1 വേക്സ് അപ്പ് ഇൻ ദ മോർണിംഗ് 6 o'clock എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ക്ലോക്കില് 6 o'clock വരയ്ക്കണം. നമുക്കറിയാം 6 o'clock ആവുമ്പോൾ അവർ ആൻഡ് എവിടെയാണ് വരിക? 6ന് നേരെയാണ് വരിക. മിനിറ്റ് ഹാൻഡ് എവിടെയാ വരിക? 12ന്റെ നേരെയാണ് വരിക. അപ്പൊ അതങ്ങനെ വരച്ചു ചേർക്കുക കേട്ടോ. നെക്സ്റ്റ് സ്കൂൾ ബിഗിൻസ് 10 o'clock തന്നിട്ടുണ്ട്. 10 o'clock ക്ലോക്കിൽ വരച്ചു ചേർക്കണം. അപ്പൊ അവർ ഹാൻഡ് എവിടെ വരിക? 10ന് നേരെ. മിനിറ്റ് ഹാൻഡ് എവിടെ വരിക? 12ന് നേരെ. നെക്സ്റ്റ് ലഞ്ച് ആണ്. 1 o'clock ആണ്. അപ്പൊ അവർ ഹാൻഡ് എവിടെ വരിക? 1ന് നേരെ. മിനിറ്റ് ഹാൻഡ് എവിടെയാണ് വരിക? 12ന് നേരെ. The time Tanvi spends for each activity is given below. ഓരോ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടും തൻവി ചെലവഴിച്ച സമയമാണ് കേട്ടോ ചുവടെ കൊടുത്തിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് 15 minutes, ലഞ്ചിന് 20 minutes, ടീക്ക് 10 minutes, ഗെയിംസിന് 1 hour, ഡിന്നറിന് 15 minutes. ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മച്ച് ടൈം ഡസ് തൻവി സ്പെൻഡ് ഫോർ ഫുഡ് ആൻഡ് ഗെയിംസ്? ഭക്ഷണത്തിനും കളികൾക്കുമായിട്ട് തൻവി എത്ര സമയം ചെലവഴിച്ചു എന്നുള്ളതാണ് കേട്ടോ ക്വസ്റ്റ്യൻ. നമുക്കവിടെ തന്നിരിക്കുന്നതിൽ ഗെയിംസ് 1 hour തന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം മിനിറ്റ്സിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ ബാക്കിയെല്ലാം ഒന്ന് ആഡ് ചെയ്ത് നോക്കുക കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന്റെയും ലഞ്ചിന്റെയും ടീക്കും അതുപോലെ ഡിന്നറിനും ഉള്ള ടൈമുകളെല്ലാം ഒന്ന് ആഡ് ചെയ്യുക. 15 minutes plus 20 minutes plus 10 minutes plus 15 minutes അതൊന്ന് ആഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 60 minutes എന്ന് കിട്ടും. 60 minutes എന്ന് പറയുന്നത് നമുക്കറിയാലോ 1 hour ആണ് അല്ലെ. 60 minutes. അപ്പൊ ഫുഡിനെല്ലാം കൂടി 1 hour ആണ്, ഗെയിംസിനും 1 hour ആണ്. അപ്പൊ 1 hour plus 1 hour എത്രയാ? 2 hours ആണ് അല്ലെ. ആക്ടിവിറ്റി 5 മോർ വെയിറ്റ്. ഇവിടെ നമുക്ക് ഓരോ കുട്ടികളുടെയും വെയിറ്റ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ടേബിളില്. ക്വസ്റ്റ്യൻ നോക്കാം. എ ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദ ടേബിൾ ഐഡന്റിഫൈങ് ദ വെയിറ്റ്സ് ഓഫ് ദ ചിൽഡ്രൻ ഗിവൺ എബോവ്. മുകളിൽ തന്നിരിക്കുന്ന കുട്ടികളുടെ വെയിറ്റ് തിരിച്ചറിഞ്ഞിട്ട് ചുവടെ തന്നിരിക്കുന്ന ടേബിൾ പൂർത്തിയാക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഫസ്റ്റ് ചൈൽഡിന്റെ 26 എന്ന് തന്നിട്ടുണ്ട് കേട്ടോ വെയിറ്റ്. സെക്കൻഡ് ചൈൽഡ് 25 ആണ്. തേർഡ് 30, ഫോർത്ത് 24, ഫിഫ്ത്ത് ചൈൽഡിന് 28, then 6th 29, 7th 26, 8
25, 9, 26, 10, 27 ആണ്. അത് നമുക്കവിടെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ വെയിറ്റുകളെല്ലാം എഴുതിയിട്ട് ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. ബി ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വെയിറ്റ് ഈസ് റിപ്പീറ്റഡ് മോർ ടൈംസ്? കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ച വെയിറ്റ് ഏതാണ് എന്നുള്ളതാണ് കേട്ടോ ക്വസ്റ്റ്യൻ. ഏതാണ്? 26 3 ടൈംസ് ഉണ്ട്, 25 2 ടൈംസ്. അപ്പൊ ഏതാണ്? 26 ആണ് അല്ലെ. അപ്പൊ 26 നേരെ ടിക്ക് ഇടുക കേട്ടോ. സി ക്വസ്റ്റ്യൻ. ബേസ്ഡ് ഓൺ ദ ടേബിൾ പ്രിപ്പയർ എ ക്വസ്റ്റ്യൻ ടു ബി ആസ്ക്ഡ് ടു യുവർ ഫ്രണ്ട്. തന്നിരിക്കുന്ന ടേബിൾ പ്രകാരം നിങ്ങളുടെ ഫ്രണ്ടിനോട് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെ ചോദിക്കാം? ഹു ഹാസ് മോർ വെയിറ്റ് ചോദിക്കാം അല്ലെ, അല്ലെങ്കിൽ ഹു ഹാസ് ലെസ് വെയിറ്റ് എന്ന് ചോദിക്കാം. ഹൗ മെനി കിഡ്സ് ഹാവ് വെയിറ്റ് ഓഫ് 25 kg എന്ന് ചോദിക്കാം. എത്ര കുട്ടികൾക്ക് 25 കിലോഗ്രാം ഭാരമുണ്ട് എന്നുള്ളതൊക്കെ ചോദിക്കാം കേട്ടോ. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. Activity 6, drawing kit. A drawing competition was conducted for LP students as part of school anniversary. One winner from each standard was identified. Winners were given drawing kits. സ്കൂൾ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് LP സ്റ്റുഡൻസിന് ഒരു ഡ്രോയിങ് കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചിരുന്നു. ഓരോ സ്റ്റാൻഡേർഡിൽ നിന്നും ഓരോ വിജയികളെ തെരഞ്ഞെടുത്തിരുന്നു. വിന്നേഴ്സിന് എല്ലാവർക്കും ഡ്രോയിങ് കിറ്റ് നൽകിയിരുന്നു എന്നുള്ളതാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. ചുവടത്തെ ടേബിളിൽ നമുക്ക് ഡ്രോയിങ് കിറ്റിലുള്ള ഐറ്റംസും അതിൻ്റെതൊക്കെ പ്രൈസും ആണ് തന്നിരിക്കുന്നത് കേട്ടോ. കളറിംഗ് ബുക്കിന് 15 rupees, ക്രയോൺസിന് 10 rupees, പെൻസിലിന് 5 rupees, വാട്ടർ കളറിന് 25 rupees, ബ്രഷിന് 20 rupees ഇങ്ങനെ തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മച്ച് മണി ഈസ് നീഡഡ് ടു പർച്ചേസ് എ ഡ്രോയിങ് കിറ്റ് ഫോർ ദ വിന്നേഴ്സ്? വിജയികൾക്ക് ഒരു ഡ്രോയിങ് കിറ്റ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് എത്ര എമൗണ്ട് ആവശ്യമുണ്ട് എന്നുള്ളതാണ് കേട്ടോ. LP സ്റ്റുഡൻസിലെ കുട്ടികൾക്കാണ് ഓരോ സ്റ്റാൻഡേർഡിൽ നിന്നും ഓരോ വിജയിനെ സെലക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ മൊത്തം 4 വിന്നേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ. ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ നിന്ന് ഒരു കുട്ടി ഉണ്ടാവും, സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ നിന്ന് ഒരു കുട്ടി, തേർഡ് സ്റ്റാൻഡേർഡിൽ നിന്നും ഫോർത്ത് സ്റ്റാൻഡേർഡിൽ നിന്നും ഓരോ കുട്ടികളുണ്ടായിരിക്കും അല്ലെ. അപ്പൊ മൊത്തം 4 വിന്നേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ പ്രൈസ് ഓഫ് എ ഡ്രോയിങ് കിറ്റ് കണ്ടെത്തണം. അതൊക്കെ നമ്മളൊന്ന് ആഡ് ചെയ്യണം കേട്ടോ. 15 + 10 + 5 + 25 + 20 ഇതെല്ലാം ഒന്ന് ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ഒരു ഡ്രോയിങ് കിറ്റിന്റെ പ്രൈസ് കിട്ടും 75 rupees എന്ന് കിട്ടും. പ്രൈസ് ഓഫ് എ ഡ്രോയിങ് കിറ്റ് 75 rupees ആണ്. ടോട്ടൽ നമ്പർ ഓഫ് വിന്നേഴ്സ് 4 ആണ്. അപ്പൊ എമൗണ്ട് നീഡഡ് ടു പർച്ചേസ് എ ഡ്രോയിങ് കിറ്റ് ഫോർ ദ വിന്നേഴ്സ് എത്രയാണ്? 4 × 75 ആണ് അല്ലെ. അപ്പൊ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക? ഫസ്റ്റ് 4 × 70 കാണുക, പ്ലസ് 4 × 5 കാണുക അല്ലെ. 4 × 70 ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? 7 × 4 28 ആണ്. പിന്നെ ഒരു 0 വരും, 280 വരും, പ്ലസ് 4 × 5 എത്രയാ? 20 ആണ് അല്ലെ. അപ്പൊ 280 + 20 എത്രയാണ്? 300 rupees ആണ് അല്ലെ. അപ്പൊ 300 rupees എന്ന് എഴുതുക കേട്ടോ. ബി ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് 2 students from each class are given the drawing kit, how much money is needed? Put a tick mark on the correct answer. അതായത് ഓരോ ക്ലാസ്സിൽ നിന്നും 2 വിദ്യാർത്ഥികൾക്ക് ഡ്രോയിങ് കിറ്റ്സ് നൽകുകയാണെങ്കിൽ എത്ര കാശ് ആവശ്യമുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ശരിയായ ഉത്തരത്തിന് ടിക്ക് മാർക്ക് ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടത് ഓരോ ക്ലാസ്സിൽ നിന്നും ഓരോ വിദ്യാർത്ഥികൾക്ക് ഡ്രോയിങ് കിറ്റ് നൽകുകയാണെങ്കിൽ എത്ര എമൗണ്ട് വേണം എന്നുള്ളതാണ് നമ്മൾ നേരത്തെ കണ്ടത് അല്ലെ. അത് എത്രയായിരുന്നു? 300 rupees ആയിരുന്നില്ലേ. ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് ഓരോ ക്ലാസ്സിൽ നിന്നും 2 സ്റ്റുഡൻസിന് വീതം 2 വിദ്യാർത്ഥികൾക്ക് വീതം ഡ്രോയിങ് കിറ്റ് നൽകണം എന്നുണ്ടെങ്കിൽ എത്ര രൂപ വേണം എന്ന് ചോദിച്ചാല് എന്താണ് വരിക? 300ന്റെ ഡബിൾ വേണം അല്ലെ. ഇരട്ടി വേണ്ടേ. അപ്പൊ 300ന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 600 rupees. അപ്പൊ സി ആണല്ലേ ആൻസർ വരിക, 600 rupees. സി ക്വസ്റ്റ്യൻ നോക്കാം. 2 500 rupee notes were given for buying the drawing kits. How much will be the balance? അതായത് ഡ്രോയിങ് കിറ്റ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് 2 500 രൂപ നോട്ടുകൾ നൽകി. അപ്പൊ എത്രയായിരിക്കും ബാലൻസ് കിട്ടുക എന്നുള്ളതാണ് കേട്ടോ. ഇപ്പൊ 2 500 rupee നോട്ട്സ് എന്ന് പറഞ്ഞാൽ 1000 rupees ആയി അല്ലെ. ടോട്ടൽ എമൗണ്ട് നീഡഡ് ഫോർ ബൈയിങ് ഡ്രോയിങ് കിറ്റ്സ് എത്രയാണ്? 300 rupees ആണ് അല്ലെ. ഇപ്പൊ 1000 - 300 ചെയ്താൽ മതി. അപ്പൊ ഈസ് ഈക്വൽ ടു എത്രയാ വരിക? 700 rupees എന്ന് വരും അല്ലെ.